യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട്? അപ്പോൾ അവിടെ ചില കൗതുകങ്ങളും ചില പ്രത്യേക സ്ഥലങ്ങളും ഒക്കെ കൂടെ കാണുകയാണെങ്കിലോ. അങ്ങനെ കുറേ കൗതുകങ്ങളും ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മറ്റൊരിടത്തേക്കുമല്ല. അമ്പലങ്ങൾ നമുക്കറിയാലോ, തിരുവനന്തപുരത്ത് എത്രത്തോളം അമ്പലങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു അമ്പലം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ഇടം നേടിയിട്ടുള്ള ഒന്നാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തും ഈ ചെങ്കൽ ഗ്രാമം. ചെങ്കൽ മഹാശിവക്ഷേത്രം, അവിടുത്തെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗവും കൂടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വൈകിക്കാതെ അങ്ങോട്ടേക്ക് പോയാലോ? വരും. കേരളത്തിന്റെ തെക്കേ അറ്റത്തായി നെയ്യാറിനോട് തൊട്ടു ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ എന്ന അതിമനോഹര ഗ്രാമം. ഇവിടേക്ക് എത്തുവാനായി തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരളീയ വാസ്തുശാസ്ത്ര ശില്പചാരുതയിൽ പണികഴിപ്പിച്ച ക്ഷേത്രത്തിലെത്താൻ കഴിയും. കേരളത്തിൽ നിരവധി മഹാക്ഷേത്രങ്ങളുണ്ട്. അവയിൽ ഏറെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നും ഈ ക്ഷേത്രത്തെ വിളിക്കുന്നു. പ്രധാന പ്രതിഷ്ഠകളായ മഹാദേവനും പാർവതിയും ഒരേ പീഠത്തിൽ ഇരിക്കുന്നു എന്നതും മഹാദേവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് എന്ന പ്രത്യേകതയും ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിനുണ്ട്. ജ്യോതിർലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗത്താണ്. ഒരു സാധാരണക്കാരൻ അവിടെ എത്തിച്ചേരാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, യാത്രാ കഠിനതകൾ ഉണ്ടാകാം. പക്ഷേ ഇതെല്ലാം ചേർന്ന് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നത് മഹാഭാഗ്യമല്ലേ? ക്ഷേത്രത്തിനുള്ളിലെ ജ്യോതിർലിംഗ പ്രതിഷ്ഠ അത്ഭുതപ്പെടുത്തുന്നതും ഭക്തിയുടെ കൊടുമുടിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നും കൂടിയാണ്. ശിവലിംഗ ആരാധനയാണ് ശിവഭക്തരുടെ ഏറെ പ്രാധാന്യമുള്ള ആരാധനാ സമ്പ്രദായമായി കണക്കാക്കപ്പെടുന്നത്. ജ്യോതിർലിംഗങ്ങളെ പരമാത്മാവിന്റെ ഉജ്ജ്വലമായ പ്രകാശരൂപമായാണ് ഭക്തർ ആരാധിച്ചു പോരുന്നത്. ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ സ്ഥാനം 2 കടൽ തീരത്തും 3 നദീതീരത്തും 4 പർവ്വതങ്ങളുടെ ഉയരത്തിലും 3 പുൽമേടുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിലും, അങ്ങനെ 12 ജ്യോതിർലിംഗങ്ങൾ ഭാരതത്തിന്റെ വിവിധയിടങ്ങളിൽ പരന്നുകിടക്കുന്നു. ഈ ജ്യോതിർലിംഗ പ്രതിഷ്ഠകൾ ഇവിടെ ഒരിടത്ത് ക്രമീകരിക്കുക എന്നത് ശ്രമകരമായ ഒന്ന് തന്നെയാണ്. കാരണം ഇവിടത്തെ ജ്യോതിർലിംഗത്തിന്റെ നിർമ്മാണം നമ്മെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. അത് മറ്റൊന്നുമല്ല, 12ഓളം വരുന്ന ജ്യോതിർലിംഗത്തിന്റെ അതേ ഉയരത്തിലും അളവിലുമാണ് ചെങ്കൽ ക്ഷേത്രത്തിനുള്ളിലെ ഓരോ ജ്യോതിർലിംഗത്തിന്റെയും പ്രതിഷ്ഠ. ജീവിത പ്രാരാബ്ധങ്ങളിൽ ഉഴലുന്ന സാധാരണ ജനത്തിന് ഭാരതത്തിൽ പലയിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ജ്യോതിർലിംഗത്തിന്റെ ദർശനം അപ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഇച്ഛ എന്നോണം സാധാരണ ജനതയ്ക്ക് ജ്യോതിർലിംഗ ദർശനം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിൽ 12 ജ്യോതിർലിംഗങ്ങൾ സ്ഥാപിച്ചു. ജ്യോതിർലിംഗ ദർശന മാത്രയിൽ ഒരുവന്റെ ആത്മചൈതന്യത്തെ ഉണർത്തി ഈശ്വരനിലേക്കുള്ള പാത സുഗമമാക്കുകയാണ് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതികളുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര ട്രസ്റ്റ്. അത് ഈ ക്ഷേത്രവും ഇതിൻ്റെ ഇവിടുത്തെ എല്ലാ പണിത്തരങ്ങളും നമ്മളുടെ മാത്രം തീരുമാനമല്ല, ഇതെല്ലാം ഭഗവാന്റെ തീരുമാനമാണ്. അതായത് ഭഗവാൻ പഴയ കേരളീയ ശാസ്ത്രവിദ്യ പ്രകാരം ഒരു അമ്പലം ഇവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു അരുളപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ ശിവലിംഗമായാലും മറ്റുള്ള
ദേവലോകമായാലും ഈ വൈകുണ്ഠമായാലും എല്ലാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതുവരെയുള്ള പണികൾ എല്ലാം നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ജ്യോതിർലിംഗങ്ങൾ മാത്രമല്ല, ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവവിഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട്. 5000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പ്രശ്നവിധിയിൽ പറയപ്പെടുന്ന ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ജനനത്തോടു കൂടിയാണ്. ഏകദേശം ഈ ക്ഷേത്രത്തിന് 5000 വർഷത്തോളം പഴക്കമുണ്ടെന്നുള്ളതാണ് ശ്രീധരൻ തന്ത്രികൾ ദേവപ്രശ്നത്തിൽ പറഞ്ഞത്. പക്ഷേ എൻ്റെ ജനനത്തോടു കൂടെയാണ് അടുത്ത് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം, അതായത് ഉൽപ്പത്തിയായിട്ടുള്ളത്. ഞാൻ ജനിക്കുമ്പോഴേ ജടയോടുകൂടിയാണ് ജനിച്ചത്. അത് കഴിഞ്ഞൊരു 3 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴേ ഒരു പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പോലുള്ള രീതിയിൽ തുടരുകയും പിന്നെ അത് അങ്ങനെ പടിപടിയായിട്ട് വളർന്ന് 8 വയസ്സോളം ആയപ്പോൾ പിന്നെ ഈ ആളുകളുടെ രോഗദുരിതങ്ങളൊക്കെ മാറുന്ന ഒരവസ്ഥ വന്നു. കാരണം ഞാൻ ഒത്തിരി അവർക്ക് എന്തെങ്കിലും ശലം, ഭസ്മോ എന്തെങ്കിലും കൊടുക്കും. അതുകൊണ്ട് തന്നെ അവരുടെ അസുഖങ്ങളൊക്കെ മാറുമായിരുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത 32 വിവിധ ഭാവത്തിലുള്ള ഗണപതി പ്രതിഷ്ഠകളാണ്. ഇത്രയും അധികം ഗണപതി പ്രതിഷ്ഠ നമുക്ക് കേരളത്തിൽ എവിടെയും ദർശിക്കുവാൻ സാധ്യമല്ല. ഗണേശ പ്രതിഷ്ഠകളും ആചാരങ്ങളും വളരെ വ്യത്യസ്തങ്ങളുമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം 111ഓളം അടി വരുന്ന ആ ശിവലിംഗത്തിനകത്ത് കൈലാസവും സ്വർഗരാജ്യവും വൈകുണ്ഠവുമൊക്കെ ഒരുമിച്ച് ദർശിക്കാൻ പറ്റും. ഈ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതുല്യം തന്നെയല്ലേ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും വേൾഡ് റെക്കോർഡിലും ഇടം നേടിയ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലാണ്. 111.2 അടിയോളം ഉയരം ഈ ശിവലിംഗത്തിനുണ്ട്. ഈ മഹാശിവലിംഗത്തിനകത്ത് 7 നിലകളും അവയിൽ ഓരോന്നിലുമായി ഓരോ ധ്യാന ഹാളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. പ്രവേശന കവാടത്തിൽ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജയും ധാരയും നടത്താൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിലെ നിലയിൽ കൈലാസ പർവ്വതത്തിന്റെ പ്രതീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൈലാസം മാത്രമല്ല, വൈകുണ്ഠവും സ്വർഗലോകവും ഭക്തർക്കിവിടെ ദർശിക്കാനാകും. ഈ ദർശനത്തിലൂടെ സ്വർഗവും വൈകുണ്ഠവും കൈലാസവും ഈശ്വരനും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൂടാതെ നവരാത്രി, വിനായക ചതുർത്ഥി, തൈപ്പൂയം എന്നിവയും പ്രധാന ആഘോഷങ്ങളാണ്. സന്തോഷവും സമാധാനവും തരുന്ന ഏതൊരു സ്ഥലവും ക്ഷേത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പള്ളിയാവാം, മോസ്കാവാം, മറ്റ് ക്ഷേത്രങ്ങളാവാം. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത വിശ്വശാന്തി കേന്ദ്രം എന്നൊരു കോൺസെപ്റ്റാണ്. ഭൂമിയിൽ നിന്നും മുളച്ചു വരുന്ന ഒരു ശിവലിംഗം. ഭാരതം സനാതന ധർമ്മങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് ഈ ഒരൊറ്റ പ്രതിഷ്ഠയിലൂടെ കാട്ടിത്തരികയാണ് ചെങ്കൽ മഹേശ്വരം ക്ഷേത്രം. ശാന്തിയും സമാധാനവുമാണ് സനാതനധർമ്മ തത്വം എന്ന് അരക്കിട്ടുറപ്പിക്കുകയാണ് ഇവിടെ. ഒട്ടനവധി നിരവധി പേർ ഈ ശാന്തികേന്ദ്രം തേടിയെത്തുന്നു. അവിടെ ധ്യാനനിരതരായിരിക്കുന്നു. ഓരോ ക്ഷേത്രവും വിശ്വശാന്തി കേന്ദ്രങ്ങളാണ് എന്ന് ഈ പ്രതിഷ്ഠയിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ചെങ്കൽ മഹേശ്വരം ക്ഷേത്രം. ഒരു ഗ്രാമത്തെ തന്നെ ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ച ഒരിടം കൂടിയാണ് ചെങ്കൽ മഹാശിവക്ഷേത്രം. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ പോകാതിരിക്കരുത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന, ക്ഷേത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന, മനുഷ്യ ജീവിതങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇനിയും നല്ല നല്ല യാത്രകളുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം.